ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 5-ാമത്തെ ശ്ലോകം നോക്കാം. ഗദോന്മർദ്ദേ തസ്മിംസ്തവ ഖലു ഗദായാം ദിതിഭുവോ ഗദാഘാതാത് ഭൂമൗ ജഡിതി പതിതായാമഹഃ ഭോ മൃദുസ്മേരാസ്യസ്ത്വം ധനുജകുലനിർമൂലനചണം മഹാചക്രം സ്മൃത്വാ കരഭുവി ദധാനോരുരുചിഷേ. നമ്മൾ ഹിരണ്യാക്ഷനുമായിട്ടുള്ള ഭഗവാന്റെ കൂടിക്കാഴ്ചയൊക്കെയായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെ ഭഗവാനും ഹിരണ്യാക്ഷനും ദ്വന്ദ്വയുദ്ധത്തിലേർപ്പെട്ട കഥ പറഞ്ഞു. ഒടുവിൽ ബ്രഹ്മാവ് വന്നിട്ട് ഭഗവാനെ സന്ധ്യ ആവുന്നതിന് മുൻപ് തന്നെ, ആസുരിക ശക്തി വർദ്ധിക്കുന്നതിന് മുൻപ് തന്നെ ഈ അസുരനെ അങ്ങ് നിഗ്രഹിക്കണമെന്ന് അപേക്ഷിക്കുന്ന രംഗം വരെയായിരുന്നു നമ്മൾ കണ്ടു നിർത്തിയത്. ഇനിയുള്ള 3-4 ശ്ലോകങ്ങളിലായിട്ട് ഭഗവാന് ആ ഹിരണ്യാക്ഷനുമായിട്ടുള്ള കടുത്ത ഏറ്റുമുട്ടലും അതിനെ തുടർന്ന് ഹിരണ്യാക്ഷൻ്റെ മരണവുമാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ഈ ഒരു ശ്ലോകത്തിൽ നമ്മൾ ആ ഗദായുദ്ധത്തിൻ്റെ ബാക്കിയാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ രണ്ടുപേരും തമ്മിൽ, ഭഗവാനും ഹിരണ്യാക്ഷനും തമ്മിൽ ശക്തമായ ഗദായുദ്ധം നടക്കുകയാണ്. അപ്പോൾ ബാക്കി പറയുകയാണ്, ഗദോന്മർദ്ദേ എന്ന് പറഞ്ഞാൽ ആ ഗദായുദ്ധത്തിൽ, രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു ദ്വന്ദ്വയുദ്ധത്തിൽ തസ്മിംസ്തവ, തസ്മിൻ തവ, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് തസ്മിംസ്തവ. തസ്മിൻ എന്ന് പറഞ്ഞാൽ ആ ഗദായുദ്ധത്തിൽ, തവ അങ്ങയുടെ, ഖലു എന്ന് പറഞ്ഞാൽ ആകട്ടെ എന്നുള്ള അർത്ഥത്തിൽ. അത് ഇപ്പം ബാക്കി അടുത്ത പറയും മനസ്സിലാകും. ഗദായാം, ഗദായാം എന്നാൽ ഗദ, അങ്ങയുടെ ഗദയാകട്ടെ, ആ ഒരു ദ്വന്ദ്വയുദ്ധത്തിൽ, ഗദായുദ്ധത്തിൽ അങ്ങയുടെ ഗദയാകട്ടെ, ദിതിഭുവോ, ദിതിദേവി, ദിതിയിൽ നിന്നും ജനിച്ച, ദിതിഭുവ, ദിതിയിൽ നിന്നും ആവിർഭവിച്ച അല്ലെങ്കിൽ ജനിച്ച, അതായത് ആ ഹിരണ്യാക്ഷൻ, ഗദാഘാതാത് ഭൂമൗ, ഗദ ആഘാതാത്, ഗദ കൊണ്ടുള്ള ആ പ്രഹരത്തിൻ്റെ ആഘാതത്തിൽ, ആരുടെ, ആ ഹിരണ്യാക്ഷൻ്റെ ഗദ കൊണ്ടുള്ള ആ ഒരു പ്രഹരണത്തിൻ്റെ ആഘാതത്തിൽ, അല്ലയോ ഭഗവാനെ അങ്ങയുടെ ആ ഗദയാകട്ടെ, ജഡിതി, ജഡിതി എന്നാൽ പെട്ടെന്ന്, പതിതായാമഹഃ ഭോ. ഇവിടെ ഒരു ആശ്ചര്യകരമായ കാര്യമാണ് ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് നമുക്ക് കാണിച്ചിരുന്ന ആ ചിത്രം അങ്ങനെയാണ്. അതുകൊണ്ടാണ് അവിടെ ഭോ, അഹഹ ഭോ എന്നൊരു ഇത് കൊടുത്ത, ഒരു എക്സ്ക്ലമേറ്ററി വേർഡിങ്സ് ആണ് കൊടുത്തത്. അതായത് വളരെ അതിശയകരമാണ്, ആശ്ചര്യകരമാണ്, അത്യാശ്ചര്യകരമായിട്ടുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ അവിടെ നടന്നത്. ഭഗവാനെ ആ ഹിരണ്യാക്ഷനുമായുള്ള ഗദായുദ്ധത്തിൽ, ഹിരണ്യാക്ഷൻ്റെ ഗദയുടെ പ്രഹരത്തിൻ്റെ ആ ഒരു ആഘാതം കൊണ്ട്, അല്ലയോ ഭഗവാനെ അങ്ങയുടെ ഗദയാകട്ടെ പെട്ടെന്ന്, പതിതായാമഹഃ, ഇവിടെ പതിതായാം അഹഹ, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് പതിതായാമഹഃ. പതിതായാം എന്നാൽ വീണപ്പോൾ, അങ്ങയുടെ ആ ഗദ, അങ്ങയുടെ ഗദയാകട്ടെ വീണപ്പോൾ, അഹഹ ഭോഹോ, അഹഹ ഭോ എന്ന് പറഞ്ഞാൽ അല്ലയോ ഭഗവാൻ ഇത് അത്യാശ്ചര്യകരം തന്നെയാണ്, അങ്ങയുടെ ആ ഗദ വീണപ്പോൾ. ഇവിടെ ഒന്നുകൂടി പറഞ്ഞിരുന്നു, ഭൂമൗ, ഭൂമൗ എന്നാൽ താഴെ, ഗദാഘാതാത് ഭൂമൗ എന്ന് പറഞ്ഞിരുന്നു. ഭൂമൗ എന്നാൽ താഴെ അല്ലെങ്കിൽ ഈ ഭൂമിയിൽ അങ്ങോട്ട് താഴേക്ക് അങ്ങോട്ട് വീണപ്പോൾ, അങ്ങയുടെ ആ ഗദ താഴേക്ക് വീണപ്പോൾ, മൃദുസ്മേരാസ്യസ്ത്വം, ഇവിടെ മൃദുസ്മേരാസ്യത്വം, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് മൃദുസ്മേരാസ്യസ്ത്വം. മൃദുസ്മേരാസ്യ എന്ന് പറഞ്ഞാൽ, മൃദു എന്ന് പറഞ്ഞാൽ വളരെ മൃദുലമായ എന്ന് പറഞ്ഞാൽ വളരെ ആ ഒരു ശാന്തഭാവത്തോടു കൂടിയ, ആസ്യം എന്നാൽ മുഖമാണ്,
സ്മേരം പുഞ്ചിരി. അപ്പം മൃദുസ്മേരാസ്യ എന്ന് പറഞ്ഞാൽ ശാന്തമായ ഒരു പുഞ്ചിരി തൂകുന്ന മുഖവുമായിട്ട്. ഇവിടെ ഭഗവാന്റെ കയ്യിൽ നിന്ന് ഗത താഴെ വീണെങ്കിലും ഭഗവാനെ അതൊന്നും പ്രകോപിപ്പിക്കുകയാകട്ടെ ഭയചകിതനാക്കുകയേ ചെയ്തില്ല. കാരണം ഭഗവാൻ അറിയാം തൻ്റെ ഓരോ ലീലയ്ക്ക് മുൻപിൽ ഈ മൂഢനായ ഹിരണ്യാക്ഷൻ തന്നെ തോൽപ്പിക്കുക എന്ന വ്യാമോഹത്തോടുകൂടി ഓരോരോ വിദ്യകളാണ്, ഓരോരോ കേളികളാണ്. അഥവാ ഹിരണ്യാക്ഷൻ്റെ ഓരോരോ മൂഢത്വമാണ് ഹിരണ്യാക്ഷൻ്റെ. അപ്പോൾ ആ ഹിരണ്യാക്ഷനെ ഒന്ന് തൻ്റെ ഉള്ളിലെ ആ ഒരു അഹങ്കാരത്തെ ഒന്ന് കൂട്ടാൻ വേണ്ടി ഭഗവാൻ ആടുന്ന ഒരു ലീലയാണ് തൻ്റെ കയ്യിലെ ഈ ഗതയൊന്ന് താഴെ വീണു എന്ന് വരുത്തിയത്. കാരണം അങ്ങനെ വരുമ്പോൾ ഹിരണ്യാക്ഷന് വീര്യം കൂടും. അപ്പോൾ അതുകൊണ്ട് തന്നെ താൻ നിശ്ചയിച്ചതുപോലെ താൻ താഴെ ഇട്ടതാണ് എന്ന് ഭഗവാൻ അറിയാം. പക്ഷെ അതറിയാത്ത ഹിരണ്യാക്ഷനാകട്ടെ തൻ്റെ കേമത്തം കൊണ്ട് ഭഗവാന്റെ കയ്യിലെ ഗത പോലും താൻ താഴെ ഇട്ടു എന്ന് ചിന്തിപ്പിക്കുകയാണ് ഇവിടെ ഭഗവാൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ശാന്തമായ, വളരെ മൃദുവായ ഒരു പുഞ്ചിരി തൂകുന്ന മുഖവുമായി മൃദുസ്മേരാസ്യ ത്വം അങ്ങ്, അല്ലയോ ഭഗവാനെ, അങ്ങ് ധനുജകുല നിർമൂലന ചണം. ചണം എന്നാൽ സാമർഥ്യം എന്നാണ് അർത്ഥം. അപ്പം ധനുജകുലം, ധനുജന്മാരെന്ന് പറഞ്ഞാൽ അസുരന്മാർ, കുലം അവരുടെ ആ ഒരു ഗണത്തെ, ആ ഒരു കൂട്ടത്തെ. അപ്പോൾ അസുരന്മാരുടെ വർഗത്തെ മുഴുവൻ നിർമൂലനം, അതായത് ഉന്മൂലനാശം വരുത്തുന്നതിൽ ചണം, സാമർഥ്യമുള്ള. അപ്പോൾ അല്ലയോ ഭഗവാനെ, അങ്ങാകട്ടെ ഒരു ചെറുപുഞ്ചിരിയോടുകൂടി വളരെ ശാന്തമായ ഭാവത്തോടുകൂടി ഈ അസുരവർഗത്തെ മുഴുവൻ ഉന്മൂലനം ചെയ്യാൻ, ഉന്മൂലനാശം വരുത്തുവാൻ സാമർഥ്യമുള്ള മഹാചക്രം. മഹാചക്രം എന്നാൽ ആ ഭഗവാന്റെ കൈകളിൽ, തൃക്കരങ്ങളിൽ ഏന്തിയിരിക്കുന്ന സുദർശന ചക്രത്തെ സ്മൃത്വ എന്നാൽ സ്മരിച്ചു. ആ സമയത്ത് കരഭുവി എന്നാൽ ആ ഭഗവാനെ അങ്ങയുടെ തൃക്കൈകളിൽ ദധാനഃ എന്നാൽ ധരിച്ച്, എന്താ രുരുചിഷേ, ആ ശോഭിച്ചു. രുരുചിഷ എന്നാൽ ശോഭിച്ചു. അപ്പോൾ ഭഗവാനെ അങ്ങ് ഈ അസുരന്മാരുടെ വർഗത്തെ മുഴുവൻ തന്നെ ഒന്നാകെ ഉന്മൂലനാശം വരുത്താൻ കെൽപ്പുള്ള ആ സുദർശന ചക്രത്തെ സ്മരിച്ചപ്പോൾ തന്നെ അങ്ങയുടെ കൈകളിൽ വന്ന ആ സുദർശന ചക്രം ശോഭിച്ചു. ഇവിടെ ഹിരണ്യാക്ഷൻ ആദ്യം ഒരു മനക്കരുത്ത് കൂട്ടിയാണ്, തൻ്റെ ഉള്ളിലൊരു അഹങ്കാരത്തെ അങ്ങോട്ട് കൂട്ടിവിടുകയാണ്. എന്തിനാ? തൻ്റെ കയ്യിലെ ഗത തന്നെ താഴെ വീണു എന്ന് കണ്ടാൽ ഹിരണ്യാക്ഷന് തൻ്റെ കേമത്വത്തിലുള്ള, തൻ്റെ കഴിവിലുള്ള അഹങ്കാരം ഒന്നുകൂടി കൂടുമെന്ന് ഭഗവാൻ അറിയാമായിരുന്നു. അതുകൊണ്ട് ഭഗവാൻ ഒന്ന് കേമത്തം കൂട്ടി. എന്തിനാ? താനൊരൽപ്പം ഒന്ന് തോറ്റുപോയി എന്ന് വരുത്തണം. കാരണം പുലി ഒരടി പിറകിലേക്ക് വെക്കുന്നത് 2 അടി മുന്നിലേക്ക് കുതിക്കാനാണ്. ഇവിടെ ഭഗവാനാകുന്ന ആ ഒരു വൻപുലി, ആ ഒരു അജയ്യനായ ശക്തിയെ ഏത് ഹിരണ്യാക്ഷനാണ് തോൽപ്പിക്കാനാവുക? മറിച്ച് ഒരടിയൊന്ന് പിറകോട്ടേക്ക് വയ്ക്കുകയാണ്. നമുക്കിനിയും കാണാം ഭഗവാന്റെ ഒരു കുതിപ്പ് എത്ര നിമിഷത്തേക്കുണ്ടായിരുന്നു. ആ ഹിരണ്യാക്ഷൻ്റെ അഹങ്കാരം, ഉള്ളിലെ മതമെന്ന് നമുക്കിനിയും കാണാം തുടർന്നുള്ള ശ്ലോകങ്ങളിൽ. അപ്പോൾ ഇവിടെ ഭഗവാൻ ഒന്ന് ഹിരണ്യാക്ഷനിലെ ആ ഒരു അഹങ്കാര ഭാവത്തെ വീണ്ടും ഒന്നുകൂടി കൂട്ടി, താനൊന്ന് തോറ്റു അല്ലെങ്കിൽ താനൊന്ന് പരാജയപ്പെടാൻ പോവുകയാണ് എന്ന് കാണിച്ചുകൊണ്ട് ഒരടി താൻ താഴെയാണ് അല്ലെങ്കിൽ പിറകിലേക്ക് വെക്കേണ്ടി വരുന്നു എന്ന് ഹിരണ്യാക്ഷനെ ഒന്ന് കാണിച്ചുകൊണ്ട് തൻ്റെ കയ്യിലെ ഗതയെ ഭഗവാൻ മനഃപൂർവ്വം ഒന്ന് കയ്യിൽ നിന്ന് താഴേക്കിട്ടു. അതേസമയം ഹിരണ്യാക്ഷൻ കരുതി തൻ്റെ ഗതയുടെ പ്രഹരം കൊണ്ടാണ് ഭഗവാന്റെ കയ്യിലെ ഗത താഴെ വീണു പോയിരിക്കുന്നത്. ആ ഒരു അഹങ്കാരം അങ്ങനെ നിൽക്കുമ്പോൾ ഭഗവാൻ അപ്പോഴും ശാന്തനായി ഒരു മൃദുവായ പുഞ്ചിരി, ഭഗവാന്റെ സ്വതസിദ്ധമായ ആ മായയാകുന്ന പുഞ്ചിരിയെ ഭഗവാൻ മുഖത്ത് നിന്നും കൈവിടാതെ, അതിനെ മായ്ച്ചു കളയാതെ ഭഗവാൻ ആ പുഞ്ചിരി തൂകുന്ന മുഖവുമായി നിന്നുകൊണ്ട് ഭഗവാൻ തൻ്റെ ആ മഹാചക്രത്തെ, സുദർശന ചക്രത്തെ ഒന്ന് ധ്യാനിക്കുകയേ വേണ്ടിയിരുന്നുള്ളൂ. സുദർശന ചക്രം ഭഗവാന്റെ തൃക്കരങ്ങളിലേക്ക് എത്താൻ അല്ലെങ്കിൽ തന്നെ വെമ്പൽ കൊണ്ടിരിക്കുകയാണ്.
ആ കരസ്പർശമേൽക്കാൻ, അങ്ങനെയുള്ള ആ മഹാചക്രം ഭഗവാന്റെ സ്മരണ കൊണ്ട് തന്നെ എളുപ്പം ഭഗവാന്റെ തൃക്കൈകളിൽ വന്ന് ശോഭിച്ചു. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി ഒന്ന് കാണാം. ഗതോന്മർദ്ദേ തസ്മിംസ്തവ ഖലു ഗദായാം ദിതി ഭുവോ ഗദാഘാതാത് ഭൂമൗ ജഡിതി പതിതായാമഹഹ ഭോ മൃദുസ്മേരാസ്യസ്ത്വം ധനുജകുലനിർമൂലനചണം മഹാചക്രം സ്മൃത്വാ കരഭുവി ദധാനോരുരുചിഷേ. ഇനി നമുക്ക് ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും കൂടി നോക്കാം. ഇവിടെ തസ്മിംസ്തവ, അവിടെ അത് ചേർത്ത് തന്നെ വായിക്കുക. പിന്നെ അടുത്ത രണ്ടാമത്തെ വരിയിലേക്ക് വരുമ്പം ഗദാഘാതാത് ഭൂമൗ, അതും കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക. അതുപോലെ പതിതായാം അഹഹ, അവിടെ പതിതായാം അഹഹ ആണ്, അതുകൊണ്ട് തന്നെ മായ്ക്ക് അകാരം കൊടുത്ത് വായിക്കുക. പതിതായാം അഹഹ ഭോ. പിന്നെ രണ്ടാമത്തെ വരിയിൽ ഗദാഘാതാത് ഭൂമൗ, ഗദ ആഘാതാതാണ്, ഗദാഘാതാത് ഭൂമൗ, അത് ശ്രദ്ധിക്കുക. മൃദുസ്മേരാസ്യസ്ത്വം, അവിടെ അതും ചേർത്തെടുക്കണം. ഒപ്പം മൃദുസ്മേരാസ്യ, ആസ്യാണ്, അതുകൊണ്ട് അകാരം നീട്ടിയെടുക്കുക. പിന്നെ ധനുജകുല നിർമൂലനചണം, അതൊക്കെ ചേർത്ത് തന്നെ വായിക്കുക. ബാക്കിയൊന്നും വലിയ പദങ്ങളില്ല, ഇത് ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ രണ്ടാമത്തെ വരിയുടെ അവസാനം പതിതായാം അഹഹ ഭോ, അവിടെ ഒരു വിസർഗമുണ്ട്, അപ്പോൾ അവിടെ ഒരു പകുതി ഹകാരം കൊടുത്ത് വായിക്കാൻ ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ആ ഒരു ശ്ലോകത്തിൽ ശ്രദ്ധിക്കാനായിട്ടുള്ളത്. ഹരേ കൃഷ്ണ.